നമസ്കാരം. കൊല്ലത്ത് അമ്മായിയമ്മയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മരുമകൾ മഞ്ജുമോൾക്ക് ജോലി നഷ്ടമായിരിക്കുകയാണ്. മഞ്ജുമോളെ സ്കൂളിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഭവം ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഇത് തങ്ങൾക്ക് അതിശയമായിട്ടാണ് തോന്നിയതെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. കൂടാതെ ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ടീച്ചറായി സ്ഥാപനത്തിൽ നിർത്താൻ സാധിക്കില്ല. അതിനാൽ ക്ലാസ്സിൽ നിന്നും മഞ്ജുമോളെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇനി ഒരിക്കലും അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അതേസമയം സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമാണ് ഏലിയാമ്മയും മകനും മരുമകളും. മർദ്ദനമേറ്റ ഏലിയാമ്മ BDS വരെ പഠിച്ചിട്ടുണ്ട്. ഏലിയാമ്മയുടെ ഭർത്താവ് എഞ്ചിനീയർ ആയിരുന്നു. ഏലിയാമ്മയുടെയും ഭർത്താവിന്റെയും കുടുംബം സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരുമാണ്. ഏലിയാമ്മയുടെ മകനും മഞ്ജുവിന്റെ ഭർത്താവുമായ ജെയിംസ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ജെയിംസ്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. ഡബിൾ MA-കാരിയും ഹയർ സെക്കൻഡറി അധ്യാപികയുമാണ് മഞ്ജുമോൾ. അതേസമയം തന്നെ ബാധിക്കുന്നതിന് പിന്നിൽ ഒരു കാരണവുമില്ലെന്നും താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നതാണ് ആവശ്യമെന്നും തേവലക്കരയിൽ മരുമകളുടെ ക്രൂര ആക്രമണത്തിന് വിധേയായ ഏലിയാമ്മ പറയുന്നു. ഇടിക്കുകയും അടിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യാറുണ്ട്. കൂടാതെ കമ്പി കൊണ്ട് അടിക്കാറുമുണ്ട്. തലമുടി ചുറ്റിപ്പിടിച്ച് തന്നെ താഴേക്കിടുമെങ്കിലും കുഞ്ഞുങ്ങളെ ഓർത്താണ് ഒന്നും പറയാത്തതെന്ന് ഏലിയാമ്മ പറയുന്നു. എന്നാൽ നിലവിളക്ക് കൊണ്ട് ഒരിക്കൽ മകനെ അടിച്ചിട്ടുണ്ട്. കൂടാതെ തനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ലെന്നും ഏലിയാമ്മ പറയുന്നു. അതിനാൽ തന്നെ മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ ഇറങ്ങാറുള്ളത്. വീട്ടുജോലിക്കാരി ചോറ് മുറിയിൽ കൊണ്ടുവരും. കുഞ്ഞുങ്ങളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കാറില്ല. കുഞ്ഞുങ്ങൾ കൂടി ചീത്തയായി പോകുമെന്നാണ് മരുമകൾ പറയുന്നതെന്നും ഏലിയാമ്മ പറയുന്നു. അതേസമയം സ്വന്തം അമ്മയെയും തന്നെയും ഭാര്യ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുമ്പോഴും ജെയിംസ് എല്ലാം സഹിച്ചത് നാണക്കേട് ഭയന്നാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനിടെ പലതവണ കുടുംബ പ്രശ്നം പോലീസിന്റെ മുന്നിലെത്തിയതായും നാട്ടുകാർ പറയുന്നു. ഭർത്താവിനും ഭർത്താവിന്റെ അമ്മയ്ക്കും മുന്നിൽ കൊടും ക്രൂരിയാകുന്ന മഞ്ജു തോമസ് പോലീസ് എത്തുന്നതോടെ ഇരവാദമുയർത്തി രക്ഷപ്പെടുകയാണ് പതിവ്. ഇതിനിടെ ജെയിംസിനെ പോക്സോ കേസിൽ കൊടുക്കാനും ഇവർ ശ്രമിച്ചതായി ആരോപണമുണ്ട്. ജെയിംസ് വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. 1.5 ലക്ഷത്തിലേറെ രൂപ പ്രതിമാസം ശമ്പളമുണ്ട്. 1 ഏക്കറിലേറെ വസ്തുവിൽ നിന്നുള്ള ആദായവും വീടിനടുത്തുള്ള കടമുറിയുടെ വാടകയുമെല്ലാം ചേർത്ത് മാസം നല്ലൊരു തുക വരുമാനമുണ്ട്. വീട്ടിലെ പൊതു ഉപയോഗത്തിന് കാർ കൂടാതെ ഭാര്യയ്ക്ക് സ്വന്തമായി മറ്റൊരു കാറും ജെയിംസ് വാങ്ങി നൽകിയിട്ടുണ്ട്. ആദ്യം വീടിന് തൊട്ടടുത്തുള്ള ഒരു CBSE സ്കൂളിലായിരുന്നു മഞ്ജുമോൾ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇവരുടെ പെരുമാറ്റ ദൂഷ്യം കാരണം പറഞ്ഞുവിട്ടതാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീടാണ് ജെയിംസ് പാർട്ടിക്കാരുമായി ഇടപെട്ട് മഞ്ജുമോളെ ഇപ്പോൾ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ ജോലി വാങ്ങിക്കൊടുത്തത്. എന്തായാലും ഏലിയാമ്മയെ മഞ്ജു ക്രൂരമായി ഉപദ്രവിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നില്ലെങ്കിൽ അടുത്ത സമയത്ത് തന്നെ അവർ ഏലിയാമ്മയെ കൊലപ്പെടുത്തി ആ കുറ്റം ജെയിംസിന്റെ തലയിൽ കെട്ടിവയ്ക്കുമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടാതെ സ്വത്ത് തട്ടിയെടുക്കുക എന്നതായിരുന്നു യുവതിയുടെ ലക്ഷ്യമെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെ ഏലിയാമ്മയും മകനും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത മഞ്ജുവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് മഞ്ജുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വയോധികയെ ആക്രമിക്കൽ, വധശ്രമം എന്നീ കുറ്റങ്ങളാണ് മഞ്ജുമോൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.